HMPV ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെയാണ് HMP വൈറസ് എന്ന് പറയുന്നത്. വിൻ്റർ അല്ലെങ്കിൽ ഏർലി സ്പ്രിങ്ങിലാണ് HMP ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടുമുള്ളത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ, വീക്കൻ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾക്കാണ് HMP വൈറസ് ഇൻഫെക്ഷൻ കൂടുതലായിട്ടും കാണുന്നത്. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ഒക്കെ സിവിയർ കേസസിൽ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ സിംറ്റംസ് ജലദോഷം, പനി, റണ്ണിങ് അല്ലെങ്കിൽ സ്റ്റിഫി നോസ്, സോർ ത്രോട്ട്, വീസിങ്, ശ്വാസതടസ്സം, റാഷസ് ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. എങ്ങനെയാണ് HMP വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയാണ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കഫിങ് അല്ലെങ്കിൽ സ്നീസിങ് വഴി പേഷ്യൻസുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്ത ഫോണ്, ഡോർ ഹാൻഡിൽസ്, കീബോർഡ്സ്, ടോയ്സ് ഒക്കെ നമ്മൾ തൊടുമ്പോഴൊക്കെയാണ് നമുക്കിത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? സ്വാബ് യൂസ് ചെയ്ത് നോസിൽ നിന്നും ത്രോട്ടിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ വൈറൽ ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. സിവിയർ കേസിൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പി അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേസും എടുക്കാറുണ്ട്. എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്? ഓക്സിജൻ തെറാപ്പി, IV ഫ്ലൂയിഡ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് പ്രധാനമായിട്ടും ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്സിജൻ ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾക്ക് എക്സ്ട്രാ ഓക്സിജൻ കൊടുക്കുന്നതാണ് ഓക്സിജൻ തെറാപ്പി. ഡീഹൈഡ്രേഷൻ തടയുന്നതിനാണ് IV ഫ്ലൂയിഡ്സ്. ഇൻഫ്ലമേഷൻസ്, സിംറ്റംസ് ഒക്കെ കുറയ്ക്കുന്നതിനാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി ടോക്ക്.